ശ്രീ ആർ വി രാജേഷ്, ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ബജറ്റ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. രാഷ്ട്രീയപരമായും അല്ലാതെയും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നത് 2047 വികസിത ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്കാണ്. അങ്ങനെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുള്ള ബജറ്റാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കാൻ പോകുന്നത്. ഒപ്പം ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം ഭദ്രമാണ് രാജ്യത്തിൻ്റെ ധനസ്ഥിതി എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്നും IMF നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപ, ദശലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ നിത്യനിദാന ചെലവുകൾ നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു കൊളോണിയൽ ചൂഷണത്തിന് രാജ്യത്തെ വിധേയമാക്കുന്ന രീതിയിലാണ് മുൻകാല സർക്കാരുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. അത് കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുക എന്ന കൃത്യമായ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ നയത്തെ കാണുന്നത്? ഓരോ ബഡ്ജറ്റും ഓരോ പ്രതീക്ഷയാണ്. ജനങ്ങൾക്ക് അത് ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ നിക്ഷേപകർക്കോ മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ സാധാരണക്കാർക്കും അതോടൊപ്പം തന്നെ കർഷകർക്കും ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളും എല്ലാവരും ബഡ്ജറ്റിനെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുകയും കാണുകയും ചെയ്യുന്നത്. പക്ഷേ ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് ആ പ്രതീക്ഷകൾ പലപ്പോഴും അസ്ഥാനത്താകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാം മോഡി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റായിരുന്നു. ആ ബഡ്ജറ്റിൽ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചു. കൂടുതൽ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് ഒരു ഇലക്ഷൻ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ആ ബഡ്ജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ബഡ്ജറ്റിൽ യാതൊരു ആനുകൂല്യങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് നമ്മൾ ഈ ബഡ്ജറ്റിനെ പരിശോധിക്കുമ്പോൾ 2025 ബഡ്ജറ്റ് കഴിഞ്ഞ 2020-21 ബഡ്ജറ്റുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. കാരണം പല പദ്ധതികളും 5 വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. 2021 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് എന്ന പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ 5 ട്രില്യൺ ഇക്കോണമി 2025 ആകുമെന്നുള്ളത്. നമുക്ക് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് അതൊക്കെ വെറും വാചാടോപമായോ പ്രഖ്യാപനങ്ങളോ ആയി മാത്രം നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കർഷകരുടെ വരുമാനം 2 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്നുള്ളത് 2021 തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 2 വർഷം കൊണ്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയായില്ലെന്ന് മാത്രമല്ല, കർഷകർ സമരം ചെയ്യുകയും അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, സബ്സിഡിക്ക് വേണ്ടി ഇന്ത്യയുടെ തെരുവീഥികളിലേക്ക് കർഷകർ ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ കാർഷിക വിപണികൾ എത്തിക്കാൻ വേണ്ടി പ്രത്യേക കിസാൻ ട്രെയിൻ ഇതൊക്കെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതോടൊപ്പം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും അല്ലെങ്കിൽ റെയിൽവേ ലൈനുകളുടെയും 2 വശത്തായി സോളാർ പദ്ധതികൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയെ സോളാർ രംഗത്ത് അതിലൂടെ വൈദ്യുതി സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരാനുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു. നിരവധിയായ പ്രഖ്യാപനങ്ങൾ, 150ഓളം സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള ട്രെയിൻ സർവീസുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് പലപ്പോഴും ബഡ്ജറ്റുകൾ ഒതുങ്ങിപ്പോകുന്നത്. ആ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറമായി ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരിലേക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ എത്തിച്ചേരുന്നില്ല എന്നതാണ് ഈ ബഡ്ജറ്റിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ബഡ്ജറ്റ് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം എത്തിച്ചേരും? പിന്നെ ചില കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് യാഥാർത്ഥ്യം എത്തിയിട്ടുണ്ട്. ഒന്ന്, എയർ ഇന്ത്യ വിറ്റഴിക്കുമെന്ന് പറഞ്ഞു, അത് യാഥാർത്ഥ്യത്തിലെത്തി. അതോടൊപ്പം തന്നെ LICയുടെ ഓഹരികൾ വിറ്റഴിയും, BPCLൻ്റെ ഓഹരികൾ. അപ്പോൾ ഓഹരികൾ വിറ്റഴിക്കുകയും അതിലൂടെ കോടികൾ ഉണ്ടാക്കുകയും സമ്പാദിക്കുകയും ചെയ്യുന്നു ഗവൺമെൻറ്റിലേക്ക്. ഈ ഇന്ത്യയുടെ ഏറ്റവും അഭിമാന സ്തംഭമായി ഇപ്പോൾ എയർ ഇന്ത്യ വിറ്റഴിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ഇപ്പോൾ ഒരു ഗവൺമെൻറ് മേഖലയിൽ ഒരു എയർലൈൻ ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധയുന്നത്. ഇന്ത്യയുടെ അഭിമാനകരമായ നവരത്ന കമ്പനികളടക്കമുള്ള ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം അടക്കമുള്ള വിറ്റഴിക്കുകയും അതിലൂടെ ഗവൺമെന്റിലേക്ക് പണം സമ്പാദിക്കുകയും ചെയ്യുന്ന കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ കഴിയുന്നത്.